ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ ശിവശതകത്തിൽ നമ്മൾ സൂക്ഷിച്ച് ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഗുരു ഒരു ശ്ലോകത്തിൽ പറയുകയാണ്, അവിടെ ഏറ്റവും രഹസ്യമായിട്ടുള്ള ഗോപനീയമായിട്ടുള്ള ഒരു വിദ്യ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആത്മവിദ്യ നമ്മൾ ഇത്രമാത്രം അതിഗോപനീയമാകും, അതിന് ഇത്രമാത്രം ആ ഒരു ഗോപ്യത കൊടുക്കുവാനായിട്ടുള്ള കാരണം എന്താണ്? ഈ അറിവ് ഇത്ര ലളിതമായിരുന്നിട്ട് എല്ലാവരിലും കുടികൊള്ളുന്ന ചൈതന്യം ഒന്നാണ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ആ ചൈതന്യം ഒന്നാണ് എന്ന് മനസ്സിലാക്കുവാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഇത്ര ഗോപനീയമായിട്ട് ഇതിൽ കാണാനുള്ളത്? ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലും ഭഗവത്ഗീതയിലുമൊക്കെ ഈ ആചാര്യന്മാർ പറയുന്നത്, ഈ വിദ്യ കരസ്ഥമാക്കണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് യോഗ്യതകൾ ആവശ്യമാണ്. ഇഹാമുത്ര ഫലഭോഗ വിരാഗം, നിത്യാനിത്യ വസ്തു വിവേകം, ഇങ്ങനെയൊക്കെയുള്ള ചില യോഗ്യതകൾ വേണമെന്ന് പറയാം. ഇഹ അമുത്ര, ഇവിടെയും അവിടെയും, അത് സംസ്കൃത വാക്കാണ്. ഇഹ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകം. ഈ ലോകത്ത് നമ്മൾ ഓരോന്ന് അനുഭവിക്കുന്നതിൻ്റെ പരിമിതികളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം ഒരാൾക്ക്. ഈ പരിമിതി ഉറപ്പില്ലാത്ത ഒരാൾക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ അപ്പുറത്തുള്ള ലോകങ്ങൾ, ഈ മനുഷ്യൻ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പിതൃലോകവും ദേവലോകവും ഗന്ധർവലോകവും അങ്ങനെ ഒരുപാട് ലോകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ദൈവചിന്തനം എന്നുള്ള കൃതിയിലും സൂക്ഷ്മ ലോകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ അത് വെറുതെ പറയുന്നതാണ്, ആരോ എഴുതി വെച്ചതാണ് എന്നൊക്കെ കാര്യം മനസ്സിലാക്കാത്ത പലരും കമൻറ്റുകൾ ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഭാഗികമായിട്ട് ചിലത് കാണുന്നു. ഗുരുവിനെക്കുറിച്ചും ചില മുൻവിധികളോടുകൂടി ഗുരുവിനെ കണ്ടിട്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പം അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഉണർന്നിരിക്കുന്ന ജാഗ്രത അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന ഇതിനെക്കുറിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടാകണം. അപ്പോൾ ഈ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ, നല്ലതും ചീത്തയുമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അതിൻ്റെ ഫലമാണ് ഇവൻ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് പിതൃലോകത്തായിരിക്കാം, ദേവതാലോകത്തായിരിക്കാം, ചിലപ്പോൾ ഉപാസനയൊക്കെ ചെയ്ത് ദേവലോകത്തേക്ക് പോയിന്നിരിക്കാം, ചിലർ ഗന്ധർവലോകത്തേക്ക് പോയിന്നിരിക്കാം, ചിലർ താപസ ലോകത്തേക്ക് പോയിരുന്നിരിക്കാം. അപ്പോൾ ഈ ജീവൻ്റെ സംസ്കാരത്തെ ആശ്രയിച്ചാണ് എങ്ങോട്ടാണ് മാറേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു അവബോധം ഈ വ്യക്തിക്ക് ഉണ്ടാകണം. അപ്പോൾ ഇഹത്തിലും പരത്തിലും അതിൽ നിന്ന് കിട്ടുന്ന ഫലത്തെ, അതിൻ്റെ പരിമിതിയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അതിവർത്തിക്കാൻ പറ്റണം, അതിനെ ഓവർകം ചെയ്യാൻ പറ്റണം. ഇനി നിത്യമേത് അനിത്യമേത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകണം. നിത്യമായിട്ടുള്ളത്, കാരണം അത് ഒരിക്കലും നശിക്കാത്തത്. അനിത്യം, അതെപ്പോഴും നാശത്തിന് ഹേതുവായിക്കൊണ്ട് ഉള്ളതാണ്. ഇപ്പം നമ്മുടെ ശരീരം, ശീര്യതേ അനേന ഇത് ശരീരമെന്നാണ്. ഈ ശരീരം ഉണ്ടാകുന്ന സമയം തുടങ്ങി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗർഭാവസ്ഥയിൽ ആണിത് ഉണ്ടാകുന്നതെന്ന് പറയുന്നു. പക്ഷേ അന്നേരം തുടങ്ങി ശരീരം വലുതാകുന്ന നമ്മൾ അറിയുന്നു. പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ 10 70 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് നമ്മളത് ശരീരം നശിക്കാൻ തുടങ്ങുന്നു എന്ന് നമ്മൾ സമ്മതിക്കുന്നത്. ഇപ്പോൾ മുടിയൊക്കെ നരച്ചു കഴിഞ്ഞാൽ അത് സമ്മതിക്കാൻ വിഷമമുള്ളത് കൊണ്ട് നമ്മൾ ഡൈ അടിക്കും. പ്രായമായിട്ടുള്ളവർ, ചെറുപ്പക്കാരെന്ത് ചെയ്യുന്നു, അവരിപ്പോൾ കറുത്ത മുടിയെ പല
പെയിൻറ്റുകൾ അടിച്ച് അതൊരു ഫാഷനായിട്ട് നടപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ശരീരബോധം, ഈ നശിച്ചു പോകുന്ന ഈ ശരീരത്തെ എങ്ങനെ നിലനിർത്താം, അതുപോലെ ഇതുപയോഗിച്ച് എങ്ങനെ ആത്യന്തികമായിട്ടുള്ള സുഖം നേടാം, അനുഭവിക്കാം എന്നുള്ള ഓട്ടത്തിലാണ്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ശരിക്കുള്ള ആത്മീയത. അപ്പോൾ ആത്മീയതയെക്കുറിച്ചും ധാരാളം തെറ്റായിട്ടുള്ള ധാരണകളാണ് ഇവിടെ സമൂഹത്തിലുള്ളത്. തുള്ളി ഫലം പറയുന്നവർ തുടങ്ങി കബഡി വെച്ച് പല കാര്യങ്ങൾ പറയുന്നതും അങ്ങനെ എത്രയോ രീതിയിൽ ഇതിനെ തെറ്റായി ധരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശുദ്ധമായിട്ടുള്ള വിദ്യ, ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ 64ഓളം കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിൽ സ്തോത്രകൃതികളുണ്ട്, പ്രബോധനാത്മകമായിട്ടുള്ള കൃതികളുണ്ട്, ശുദ്ധമായിട്ടുള്ള വേദാന്ത കൃതികളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഗുരു അടിവരയിട്ട് പറയുന്നത് എങ്ങനെ മനുഷ്യന് ഈ ദ്വൈതത്തിൽ നിന്ന്, ഈ രണ്ടിൽ നിന്ന്, ദുഃഖഭൂയിഷ്ടമായിട്ടുള്ള ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം, അതിനുള്ള ഉപായം എന്താണ് ഗുരു വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെയും അതുകൊണ്ടാണ് ഗുരു സൂചിപ്പിക്കുന്നത് അതിഗോപനീയം എന്ന് പറയുന്നത് വളരെ രഹസ്യ സ്വഭാവമാണത്. അപ്പോൾ ഈ നിത്യാനിത്യ വസ്തു വിവേകവും ഇഹാമത്ര ഫലഭോഗ വിരാഗവും ഒക്കെ ഉള്ള ഒരാളോട് മാത്രമാണ് ശരിക്കുള്ള അറിവിനെക്കുറിച്ച് പകർന്നു കൊടുക്കേണ്ടത് എന്ന് ഗുരു ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ല. ഒരു അക്ഷരം പഠിക്കുന്ന ഒരു കുഞ്ഞിന് 10ാം ക്ലാസ്സിലെ സിലബസ് കൊടുത്താൽ അവന് മനസ്സിലാവില്ല. അതേപോലെ തന്നെയാണ് ഇവിടെയും ശരിക്കുള്ള ആ ശുദ്ധമായിട്ടുള്ള ജ്ഞാനം നേടണമെങ്കിൽ അതിൻ്റെ ഒരു യോഗ്യത ഉണ്ടാവണം. ആ യോഗ്യത നേടിയവനോട് നമ്മൾ ഈ ഉപദേശം കൊടുക്കുമ്പോൾ അവനത് പ്രയോജനപ്പെടും. അതല്ലെങ്കിൽ അവനതിനെ ദുരുപയോഗപ്പെടുത്തും. അതാണ് നമ്മുടെ ലോകത്ത് കാണുന്നത്. ഭൗതിക വിദ്യയായാലും ശരി, ആത്മീയ വിദ്യയായാലും ശരി. അപ്പോൾ ശരിയായ രീതിയിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കുവാൻ സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.